സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടഃ മത്തസ്മൃതിർജ്ഞാനമപോഹനം ച വേദൈശ്ച സർവൈരഹമേവ വേദ്യഃ വേദാന്തകൃത് വേദവിദേവ ചാഹം. ആചാര്യസ്വാമികൾ സർവസ്യ ച പ്രാണിജാതസ്യ അഹം ആത്മാ സൻ ഹൃദി ബുദ്ധൗ സന്നിവിഷ്ടഃ അതഃ മത്തഃ ആത്മനഃ സർവപ്രാണിനാം സ്മൃതിഃ ജ്ഞാനം തദപോഹനം ച അപഗമനം തഥാ കർമ്മണാം പാപകർമാനുരൂപേണ അപഗമനം ച യേഷാം യഥാ പുണ്യകർമാനുരോധേന ജ്ഞാനസ്മൃതി ഭവതഃ തഥാ പാപകർമാണാം പാപകർമാനുരൂപേണ സ്മൃതിജ്ഞാനയോഃ അപോഹനം ച അപായനം അപഗമനം ച വേദൈശ്ച സർവൈഃ അഹമേവ പരമാത്മാ വേദ്യഃ വേദിതവ്യഃ വേദാന്തകൃത് വേദാന്താർത്ഥ സമ്പ്രദായകൃത് ഇത്യർത്ഥഃ വേദവിത്ത് വേദാർത്ഥവിത്ത് ഏവ ച അഹം. എല്ലാം ഞാനാണ് എന്ന് ഭഗവാൻ അവകാശപ്പെടുന്നതിനെ ആചാര്യസ്വാമികൾ പറഞ്ഞു തരുന്നു. സർവസ്യ എല്ലാവരുടെയും ച പ്രാണിജാതസ്യ സകല പ്രാണിജാലങ്ങളുടെയും അഹം ആത്മാസൻ ആത്മാവാകുന്നു ഞാൻ, അങ്ങനെ ആത്മാവായിരുന്നുകൊണ്ട് ഹൃദി ബുദ്ധൗ സന്നിവിഷ്ടഃ ഹൃദയം എന്ന് പറഞ്ഞാൽ ബുദ്ധി ഗുഹയിൽ പ്രവേശിച്ചിട്ട് അതഃ മത്ത ആത്മനഃ സർവപ്രാണിനാം സ്മൃതി അതുകൊണ്ട് തന്നെ ഭഗവാൻ ഈ ആത്മാവിൻ്റേതാകുന്നു എല്ലാ ഓർമ്മകളും. ഹൃദയത്തിൽ വസിക്കുന്നത് ഭഗവാനായതുകൊണ്ട് ഭഗവാൻ്റേതാണ് ഓർമ്മ. പിന്നെയോ ജ്ഞാനം തദപോഹനം ച അപഗമനം ജ്ഞാനവും അറിവും അപോഹനം മറവിയും ഒക്കെ ഭഗവാൻ്റേതാകുന്നു. അതഃ മത്തഃ സർവപ്രാണീനാം സ്മൃതി ജ്ഞാനം തദപോഹനം ച അപഗമനം ച യേഷാം യഥാ പുണ്യകർമ്മണാം പുണ്യകർമാനുരോധേന ജ്ഞാനസ്മൃതി ഭവതഃ. ആചാര്യസ്വാമികൾ പുണ്യകർമ്മികൾക്ക് പുണ്യജ്ഞാന സ്മൃതി ഭവിക്കുന്നു. ശാസ്ത്രബോധ്യം, അതിൻ്റേതായിട്ടുള്ള പ്രചോദനം, അതിൻ്റേതായിട്ടുള്ള നിർവൃതികൾ, സുഖാനുഭവങ്ങൾ ഒക്കെ പുണ്യകർമ്മം ചെയ്യുമ്പോൾ തദനുരൂപമായിട്ടുള്ള വൃത്തിവിശേഷങ്ങളൊക്കെ ആയിട്ട് ഭഗവാനാണ് അനുഗ്രഹിക്കുന്നത്. യഥാ പുണ്യകർമ്മണാം പുണ്യകർമാനുരോധേന ജ്ഞാനസ്മൃതി ഭവതഃ തഥാ ച പാപകർമ്മണാം പാപകർമാനുരൂപേണ സ്മൃതിജ്ഞാനയോഃ അപോഹനം ച അപായനം. പാപകർമ്മികൾക്ക് വൈദികാടിസ്ഥാനത്തിലുള്ള അറിവിൻ്റെയും ഓർമ്മകളുടെയും ഒക്കെ അപായം ഉണ്ടാവുന്നു. അതൊക്കെ യഥാ കർമാനുരൂപം സംഭവിക്കുന്നു, കർമ്മത്തിനനുസരിച്ച് ഇതൊക്കെ സംഭവിക്കുന്നു. അപഗമനം ച വേദൈശ്ച സർവൈഃ അഹമേവ പരമാത്മാ വേദ്യഃ വേദിതവ്യഃ. വേദ്യൻ എന്ന് പറഞ്ഞാൽ വേദിതവ്യം, അറിയപ്പെടേണ്ടത്. സകല വേദങ്ങളിലും അറിയപ്പെടേണ്ടവനാരോ ആ ഓംകാര സ്വരൂപം അത് ഞാനാകുന്നു. വേദാന്തകൃത് വേദാന്താർത്ഥ സമ്പ്രദായകൃത് ഇത്യർത്ഥഃ. വേദാന്തത്തെ രചിച്ചവൻ എന്ന് പറഞ്ഞാൽ വേദാന്ത അർത്ഥത്തിൻ്റേത് സമ്പ്രദായം. പഴയ കാലത്ത് ഇതൊന്നും ഗ്രന്ഥങ്ങളിലായിട്ടില്ല. പിന്നെയോ ഗുരുക്കന്മാരിലൂടെ അനാവരണം ചെയ്യപ്പെടുന്നു. അപ്പോൾ അവിടെ സമ്പ്രദായമുണ്ട്. എന്താ സമ്പ്രദായം? അധ്യാരോപ അപവാദം. എങ്ങനെയാണ് വേദാന്തം പഠിപ്പിക്കുക? എല്ലാം ആരോപിച്ച് കാണിച്ച ശേഷം നിരാകരിച്ച് നിഷേധാവധിയെ അറിയിക്കുന്നു. അത് തന്നെയാണ് എല്ലാമായി
വിരിഞ്ഞു നിൽക്കുന്നത്. ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നതിൽ നിന്ന്, അതിൻ്റെ സങ്കീർണതയിൽ നിന്ന് പഞ്ചഭൂതങ്ങളിലേക്കും, പഞ്ചഭൂതങ്ങളിൽ നിന്ന് ത്രിഗുണത്തിലേക്കും, ത്രിഗുണത്തിൽ നിന്ന് മായയിലേക്കും, മായയിൽ നിന്ന് മായ ആശ്രയിച്ചു നിൽക്കുന്ന ബ്രഹ്മതത്വത്തിലേക്കും, ഇങ്ങനെ എല്ലാറ്റിനെയും നിഷേധിച്ചു. നൈതി നൈതി എന്ന്. ഇത് സമ്പ്രദായം. പിന്നെ ഒരു സമ്പ്രദായമുണ്ട്, അരുന്ധതീ ന്യായം എന്ന് പറയും, ശാഖാചന്ദ്ര ന്യായം എന്ന് പറയും. അതല്ല ഇതല്ല, അതല്ല ഇതല്ല എന്നിങ്ങനെ അരുന്ധതി നക്ഷത്രത്തെ ചൂണ്ടിക്കാണിക്കുന്നത്, അങ്ങനെ ഒരു സമ്പ്രദായം. തടസ്ഥലക്ഷണം, സ്വരൂപലക്ഷണം, ഇങ്ങനെയുള്ള ലക്ഷണം, ഇങ്ങനെയൊക്കെ വേദാന്ത ഉപദേശത്തിനുള്ള സമ്പ്രദായം രചിച്ചതും ഞാൻ തന്നെ. പിന്നെയോ വേദവിത്ത് വേദാർത്ഥവിത്ത് ഏവാച്ച അഹം, വേദസാരം അറിയുന്നവനും. കാരണം എന്താണ്? ബ്രഹ്മവിത്ത് ബ്രഹ്മൈവ ഭവതി, ബ്രഹ്മത്തെ അറിഞ്ഞ ആൾ ബ്രഹ്മം തന്നെയാണ്. അവിടെ വേറെ അവകാശവാദങ്ങളൊന്നുമില്ല. കാരണം ഈ അറിവ് എന്ന് പറയുന്നത് അന്യമായ ഒരു പദാർത്ഥത്തെ അറിയുന്നത് പോലെയല്ല, അത് ത്രിപുടിയുക്ത ജ്ഞാനമാണ്. ഈ അറിവാകട്ടെ ത്രിപുടിരഹിത ജ്ഞാനമാണ്. വേദാന്തജ്ഞാനം ത്രിപുടിരഹിത ജ്ഞാനമാണ്. അവിടെ മനസ്സിലായി എന്ന് പറയാൻ പറ്റില്ല, മനസ്സിലായില്ല എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഭഗവാൻ പറയണു വേദവിത്ത് ച ഏവ അഹം. ഭഗവതഃ ഈശ്വരസ്യ നാരായണാഖ്യസ്യ വിഭൂതി സംക്ഷേപഃ ഉക്തഃ വിശിഷ്ട ഉപാധികൃതഃ യദാദിത്യഗതം തേജഃ ഇത്യാദിന. ഇവിടെ ഭഗവാന്റെ, ഈശ്വരൻ്റെ, നാരായണൻ്റെ, ഭഗവതഃ ഈശ്വരസ്യ നാരായണാഖ്യഃ, നാരായണൻ എന്ന പേരുള്ള തത്വത്തിൻ്റെ വിഭൂതി സംക്ഷേപഃ ഉക്തഃ, വിഭൂതിയെയാണ് ഇവിടെ സംഗ്രഹിച്ചു പറഞ്ഞത്. എവിടം തൊട്ട് തുടങ്ങി? വിശിഷ്ട ഉപാധികൃതഃ യദാദിത്യഗതം തേജഃ, ഭഗവാന്റെ ഏറ്റവും ഉത്തമ ഉപാധിയാണ് സൂര്യൻ. സൂര്യനിൽ നിന്ന് തുടങ്ങിയിട്ട് സൂര്യനിലെ തേജസ് എന്ന് പറഞ്ഞിട്ട് സകല പദാർത്ഥങ്ങളിലെയും സാരസത്തയെ ചുരുക്കി ചൂണ്ടിക്കാണിച്ചു. ഈ പ്രകാരം ഇതിനു മുമ്പ് രസോഹമപ്സു കൗന്തേയ എന്ന് പറഞ്ഞിട്ടുണ്ട്, പുണ്യോ ഗന്ധഃ പൃഥിവ്യാം ച എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അഹം ഹി സർവയജ്ഞാനാം ഭോക്താ ച പ്രഭുരേവ ച എന്നിങ്ങനെയൊക്കെ വിസ്തരിച്ചിട്ടുണ്ട്. പിതാഹമസ്യ ജഗതഃ മാതാധാത പിതാമഹ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തന്നെ ഒരു ചെറിയ ചിത്രീകരണമാണ് ഇവിടെ യദാദിത്യഗതം തേജഃ എന്നാരംഭിച്ചത്. അഥ അധുനാ, ഇനി അടുത്ത പ്രകരണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ പ്രകരണം കൊണ്ട് എല്ലാം ഭഗവത് വിഭൂതിയാണ് എന്ന് അറിയണം. തദ്ധാമ പരമം മമാന്ന് നേരത്തെ മാറ്റി നിർത്തിയില്ലേ? ഇപ്പം പറയണു, ഈ ലോകത്തെ നിങ്ങൾ എന്തിനു ഉപേക്ഷിക്കണം? ഈ ലോകത്തോട് നിങ്ങൾ എന്തിന് അവേർഷൻ പുലർത്തണം? എന്താ കാരണം? ഇവിടെ ഞാനല്ലാത്തതായിട്ട് ഒന്നുമില്ല. ഈ ചിത്രം മനസ്സിലായോ എന്ന് ചോദിക്കുക. നേരത്തെ മേശയിൽ തേക്കിനെ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. അല്ല, നേരത്തെ തേക്കിലെ മേശയെക്കുറിച്ച് പ്രതിപാദിക്കുകയായിരുന്നു. ഇപ്പോൾ മേശയിലെ തേക്കിനെക്കുറിച്ച് പറഞ്ഞു. ആദ്യം പറഞ്ഞത് ഈ ശരീരത്തിൽ ആത്മാവുണ്ട്, അതിൻ്റെ ഗമനത്തെ ശ്രദ്ധിക്കൂ, അവിടെ മാറാതെ ചരിക്കുന്ന തത്വത്തെ മനസ്സിലാക്കണം എന്നാണ്. അത് ശരീരാദികൾ ഉപേക്ഷണീയമാണോ എന്ന് ചോദിക്കുക. ഇപ്പം ഇവിടെ സമഗ്രമായി എല്ലാം ഞാനാണെന്നുള്ള ചിത്രം ഭഗവാൻ കാണിച്ചു തന്നിരിക്കുന്നു. അപ്പോൾ ഒന്നും ഉപേക്ഷിക്കാനില്ല, ഒന്നും ഉപേക്ഷിക്കാനില്ല എന്ന അറിവാണ് ത്യാഗം. ത്യാഗേനൈകേ അമൃതത്വം ആനശു. ഈ ത്യാഗം കൊണ്ടാണ് മുക്തി ഉണ്ടാവുക. അപ്പം അക്കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇത്യാദിന അഥ അധുനാ
ഇനി അടുത്ത പോർഷനിലേക്ക് ടോപ്പിക്കിലേക്ക് ക്ഷണിക്കുന്നു. തസ്യേവ ക്ഷര അക്ഷര ഉപാധി പ്രവിഭക്തയാ നിരുപാധികസ്യ കേവലസ്യ സ്വരൂപ നിർദ്ദിധാരയിഷയാ ഉത്തരശ്ലോകാഃ ആരഭ്യന്തെ തത്ര സർവമേവ അതീതാനഗതാധ്യായ അർത്ഥജാതം ത്രിധാ രാശീകൃത്യ ആഹ. അഥ അധുനാ ഇനി വീണ്ടും തസ്യൈവ ക്ഷര അക്ഷര ഉപാധി പ്രവിഭക്തതയാ, ഇതേ വിഷയത്തെ തന്നെ ഈ പരമാത്മ തത്വത്തിൻ്റെ വിശദീകരണം എന്നുള്ള നിലയിൽ ആകെ പ്രപഞ്ചത്തെ ക്ഷര ഉപാധി എന്നും അക്ഷര ഉപാധി എന്നും തരം തിരിച്ചുകൊണ്ട് നിരുപാധികസ്യ കേവലസ്യ സ്വരൂപ നിർദ്ദിധാരയിഷയാ, ഇതൊക്കെ കണ്ടീഷണലാണ്. ഇതിനെ പ്രതിപാദിച്ചുകൊണ്ട് ക്ഷര ഉപാധിയെ പ്രതിപാദിച്ചുകൊണ്ട് അക്ഷര ഉപാധിയെ പ്രതിപാദിച്ചുകൊണ്ട് നിരുപാധികമായ ആബ്സല്യൂട്ടായ അൺകണ്ടീഷണലായ തത്വത്തെ പറയാൻ ഉദ്ദേശിച്ചിട്ട് സ്വരൂപ നിർദ്ദിധാരയിഷയാ, ആബ്സല്യൂട്ടായിട്ടുള്ള ട്രുത്തിനെ അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് നിർദ്ദിധാരയിഷയാ നിർദ്ദേശിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഉത്തരേ ശ്ലോകാഃ ആരഭ്യന്തെ, ഇനി വരുന്ന 5 ശ്ലോകങ്ങൾ ഇതാണ് പ്രതിപാദ്യ വിഷയം. തത്ര സർവമേവ 16 മുതൽ 20 വരെയുള്ള ശ്ലോകങ്ങളിൽ 2 ശ്ലോകങ്ങൾ മാറ്റി നിർത്തണം ഇരിക്കട്ടെ. 16, 17, 18 ശ്ലോകങ്ങളിൽ എന്താ സംഭവം? തത്ര സർവമേവ അതീത അനാഗത അധ്യായ അർത്ഥജാതം, ഇതുവരെ പറഞ്ഞ അധ്യായങ്ങളിലെ വസ്തുതയും ഇനി പറയാനിരിക്കുന്ന അധ്യായങ്ങളിലെ വസ്തുതയെയും ചുരുക്കി ത്രിധാരാശീകൃത്യ 3 രാശിയായിട്ട് 3 ഗണത്തിൽപ്പെടുത്തിയിട്ട് പറയാൻ പോവുകയാണ്. ആഹ, അങ്ങനെ പറയുന്നു. ഏതൊക്കെയാണ് 3 ഗണം? ക്ഷരപുരുഷൻ, അക്ഷരപുരുഷൻ, ഉത്തമ പുരുഷൻ, ഇതിലെല്ലാം അടങ്ങുന്നു. ആ ചിത്രീകരണമാണ് ഇനി ഭഗവാൻ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ദ്വാവിമൗ പുരുഷൗ ലോകേ ക്ഷരശ്ചാക്ഷര ഏവ ച ക്ഷരഃ സർവാണി ഭൂതാനി കൂടസ്ഥോക്ഷര ഉച്യത്തെ. 16-ാമത്തെ ശ്ലോകം.